ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വീണ്ടും ഒരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ബ്യൂട്ടി ടിപ്പ് നമ്മുടെ രഞ്ജു രഞ്ജിമാർ ചേച്ചിയില്ലേ, മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ ചേച്ചിയുടെ ഒരു ചാനലിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു ടിപ്പാണ്. അപ്പോൾ അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ റിസൾട്ടും അത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തതെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റാഗി പൗഡറാണ്. റാഗി പൗഡർ ഞാൻ ഇവരുടെ ഒരു 1.5 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കുക. ഞാൻ ഇപ്പോൾ കയ്യിൽ മാത്രമാണല്ലോ കാണിക്കുന്നത്, അപ്പോൾ അതിനുള്ള ആവശ്യമുള്ള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ചേച്ചി ആദ്യം ഫസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ഇതൊരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മസ്റ്റായിട്ട് ഉപയോഗിക്കണം കേട്ടോ. ഞാൻ പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് തിളപ്പിക്കാത്ത പാലാണ്. നമ്മൾ ഫേസ് പാക്കുകളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ലത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. ചേച്ചിയും ലെമൺ ജ്യൂസാണ് അതിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളോട്. അപ്പോൾ ഞാനത് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്യാം. അങ്ങനെയും ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ടൊമാറ്റോ ജ്യൂസ് അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവിടെ നാരങ്ങ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒരു പാക്കിൻ്റെ പരുവത്തിലേക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ റാഗി എന്ന് പറയുന്നത് നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലേക്ക് കഴിക്കുന്നത് പോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിന് വളരെയധികം ലൈറ്റൻ ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ. ഈ റാഗി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കാത്തൊരു അമേസിങ് റിസൾട്ടാട്ടോ ഇത് തരിക. അപ്പോൾ ഞാൻ ഇത് കയ്യിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ ഫേസിൽ തേക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നന്നായിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കൊടുക്കണം. വാഷ് ചെയ്ത് നമ്മൾ ഇന്ന് ആവി കൊള്ളിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ പാക്കുകളും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് വരും. കാരണം നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് നല്ല ക്ലിയർ ആക്കും നമ്മുടെ സ്കിന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ എല്ലാ ഫേസ് പാക്കുകളും കയ്യിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് തന്നെ വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ ആഴ്ചയിൽ നമ്മളൊരു 3-4 പാക്കുകൾ നിങ്ങൾക്ക് തന്നെ ചാനൽ കയറി നോക്കിയാൽ അറിയാം. നമ്മളൊരു 3-4 പാക്കുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കയ്യിലാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ അല്ലാതെ ആദ്യമായിട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു 15 ദിവസത്തിലൊരിക്കൽ ഏതെങ്കിലും പാക്കുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് മനസ്സിലാവും. അപ്പം നമുക്കിതൊന്ന് വാഷ് ചെയ്ത് നോക്കിയാലോ. തുടച്ച് മാറ്റുമ്പോൾ തന്നെ നല്ല ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ സ്കിന്ന്. കാരണം എൻ്റെ കയ്യിൽ ടാനും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതിൻ്റെ മുമ്പ് ബ്ലീച്ചും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ടാൻ മാറാനൊക്കെ ഒരുപാട് പാക്കുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത് കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ അങ്ങനെ ടാനൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് മനസ്സിലാവില്ല. എങ്കിലും അത്യാവശ്യം നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ കൈ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ചേച്ചി പറഞ്ഞ പോലെ തന്നെയാണ് രഞ്ജു ചേച്ചി നമുക്ക് അതിൽ ഡെമോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഡിഫറൻസ് ഒരു കുട്ടീൻ്റെ ഫേസിൽ ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ കൈ. പലപ്പോഴും 2 കൈ കാണിച്ചിട്ടിലും ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഞാൻ ഈ 2 കൈ 2 കളറായി മാറിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരുവിധം പാക്കുകളൊക്കെ 2 കൈയിലും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ 1-2 എൻ്റെ ഫ്രണ്ട്സ് തന്നെ ചോദിച്ചു, കാരണം കൈ എന്താ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറിന്ന്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ 2 കൈയിലും ഇടാനായിട്ട് തുടങ്ങി. പക്ഷേ ഈ ഒരു പാക്ക് ഞാൻ ഒരു കയ്യിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് നല്ല ഡിഫറൻസ് 2 കൈയും തമ്മിൽ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു കൈ നല്ല സോഫ്റ്റും അതുപോലെ കുറച്ചും കൂടെ ബ്രൈറ്റനും ആയിട്ടുണ്ട്. പക്ഷെ മറ്റേ കൈ അങ്ങനെ ഇല്ല. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്ക്. കാരണം ഒരുപാട് ആളുകൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു നല്ലൊരു ബ്യൂട്ടി ടിപ്പുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.